ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരുപാട് നാളുകളായിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു. ഒരു ഹോസ്പിറ്റൽ കേസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. എനിവേ, വളരെ സന്തോഷം. നമ്മുടെ കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാമിലികളിലേക്ക് നല്ല രീതിയിലുള്ള വരുമാനവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കോൺഫിഡൻസും എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും പലരും എന്താ പറയുക, ക്രിപ്റ്റോ കറൻസി ഒരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് അത്തരത്തിലുള്ള ഫണ്ട് കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് സ്കാം പ്രൊജക്ട്സ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള അത്തരത്തിലുള്ള റിസൾട്ടുകളുടെ ഭാഗമായിട്ട് ഇപ്പോഴും ക്രിപ്റ്റോ കറൻസി ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഓൺലൈൻ സ്കാമാണ് എന്ന് പറയുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ഓപ്പർച്യൂണിറ്റി വലുതാണ്, ഇൻഡസ്ട്രി അതിനേക്കാൾ വലിയൊരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്റ്റ് എന്നെല്ലാം പറയുന്ന ഒരു വെബ്3 മേഖല. ഒരുപാട് വലിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഓരോരുത്തർക്കും തരുന്നൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് പോലും നിങ്ങൾക്ക് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഞാനൊരു മോട്ടിവേഷനായിട്ടല്ല പറയുന്നത്, ഞാൻ പറയുന്നത് റിയാലിറ്റിയാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. വെറും ഒരു $1600 ഒരു $15 ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് നമുക്കൊരു എൻട്രി അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് കാണേണ്ട ഒരു കാര്യം. ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എത്തേറിയം, സൊലാന, BNB ആണ് ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെയാണ്. സോ ഇവിടെ ഒരു 100 കോടി കോയിനാണ് കോയിൻ ഫോർജ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മൾ ഒരാളിൽ നിന്ന് പോലും ₹1 ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ലാഭം ഓഫർ ചെയ്തിട്ട് നിങ്ങളുടെ ഫണ്ട് ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ ഇരട്ടിയാക്കി തരാമെന്നുള്ള ഫേക്ക് പ്രോമിസുകളൊന്നും തന്നെ ഇല്ലാതെ, അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു $15 ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് കോയിൻ ഫോർജ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന 100 കോടി കോയിനിൽ നിന്ന് 7.5 ടോക്കനാണ്. അതായത് $15 50%. തീരുമാനം ആ ആക്ടിവേഷൻ ചെയ്ത വ്യക്തിയുടെ തന്നെയാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ആകുന്ന സമയത്ത്, കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡായി ഡെവലപ്പ് ആകുന്ന സമയത്ത് ഒരു 4-5 വർഷം കൊണ്ട് ആ ഒരു കോയിൻ്റെ വാല്യൂ ഇന്ത്യൻ രൂപയിൽ ഒരു ₹1000 ആകുകയാണെങ്കിൽ പോലും അദ്ദേഹം മുടക്കിയിട്ടുണ്ടായിരിക്കുക ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഒരു ₹1600 ആയിരിക്കാം. $15 വേണ്ടിയിട്ട് അദ്ദേഹം മുടക്കിയിട്ടുണ്ടായിരിക്കാം. ഒരു 4-5 വർഷം കൊണ്ട് കോയിൻ ഫോർജ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോയിൻ്റെ വാല്യൂ ഒരു ₹1000 ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 7.5 ടോക്കണിൽ നിന്ന് ₹7500 അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇനി അത് വെറും ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം റെഫർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പേടിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അതായത് ക്രിപ്റ്റോ സ്കാമാണ്, ഒരുപാട് സ്കാം പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാം ഞാൻ ആളല്ല. കാരണം അതൊക്കെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയെ, ഇന്ന് നമുക്കറിയാം ഒരു ₹1600 നമുക്ക് എന്ത് കിട്ടും എന്ന് നമുക്കറിയാം. ഞാൻ ₹1600 ഒരു ചെറിയ എമൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു വിലയില്ലാത്തൊരു തുകയായിട്ടല്ല കാണുന്നത്. പക്ഷേ വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്ന് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ കയറി ചെല്ലാനായിട്ട് ഈ ഒരു എമൗണ്ട് മതി നമുക്ക്. അത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരുന്നൊരു കാര്യം തന്നെയാണ്. ഒരിക്കലും അതല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു $15 $15 കൊണ്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക്, പ്രൊജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് തന്നെ നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരവസരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം, തുടരാം. അതായത് ഈ $15 ഈ ഓപ്പർച്യൂണിറ്റി അവിടെ നമ്മൾ ബൈ ചെയ്തിട്ടുള്ളത് എനിവേ ഇന്ന് ബൈ ചെയ്യുന്ന നമ്മൾ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ $15 ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഒരു സുഹൃത്തിന് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ആ റെഫറലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് $12 ക്യാഷ് ഇൻകം കിട്ടുന്നത്, ലിക്വിഡ് ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ സുഹൃത്ത് $15 സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് $12 ആണ് ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ സുഹൃത്തിന് കിട്ടുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അതേപോലെ $15 അദ്ദേഹത്തിന് 7.5 ടോക്കൺ കിട്ടുന്നുണ്ടായിരിക്കും. ഇനി റെഫർ ചെയ്ത വ്യക്തി നമ്മളാണ്. നമുക്ക് ആ $15 75% ടോക്കണായിട്ട് കിട്ടുന്നത്.
സോ അതൊരു 11.25 ടോക്കൺ ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്മുടെ കയ്യിൽ 11.25 ടോക്കൺ നമ്മൾ റെഫർ ചെയ്തപ്പോൾ കിട്ടിയതും നമ്മൾ സൈനപ്പ് ചെയ്ത സമയത്ത് ഒരു 7.5 ടോക്കണും കിട്ടിയിട്ടുണ്ട്. സോ ഒരു 18 ടോക്കണിന് മുകളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ ഒരു 4-5 വർഷം കൊണ്ട് ഒരു 1000 രൂപയിലേക്ക് ഈ കോയിൻ്റെ വാല്യൂ എത്താണ്. നമ്മൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കൊന്നും പറയുന്നില്ല. വെറും 1000 രൂപയിലേക്ക് ഈ കോയിൻ്റെ വാല്യൂ എത്തുകയാണെങ്കിൽ നമുക്കൊരു 18,000 രൂപ ആ കോയിനിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ആ പോസിബിലിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റെഫർ ചെയ്തപ്പോഴോ നമ്മൾ മുടക്കിയിട്ടുള്ള 1600 രൂപയിൽ നിന്ന് 1200 രൂപ നമുക്ക് ക്യാഷായിട്ടും കിട്ടിയിട്ടുണ്ട്. വെറും ഒരൊറ്റ റെഫറലിൻ്റെ കാര്യമാണ് പറയുന്നത്. ആകെ 400 രൂപയാണ് അവിടെ ബാലൻസ് നിൽക്കുന്നത്. അതേപോലെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഒരു ഫണ്ട് ഓറിയൻറ്റഡ് അല്ലാത്ത വലിയൊരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഈ ഒരു പ്രൊജക്റ്റ്, എന്തിൻ്റെ പേരിലാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാത്തവർ ഇന്നും അതിൻ്റെ എന്താ പറയുക, എന്തെങ്കിലും നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നതിന് പകരം നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടെ? എല്ലാത്തിലും നെഗറ്റീവ് കാണുന്നതിന് പകരം അതാണ് പറയുന്നത്, ഒരു ടെസ്റ്റ് ഡോസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1600 രൂപ മുടക്കിയിട്ട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് കയറിക്കൂടെ? തീരുമാനം നിങ്ങളുടേതാണ്. സപ്പോർട്ടിന് എൻ്റെ കൂടെയാണെങ്കിൽ ഞാനും ഉണ്ട്, എംപവറിൻ്റെ കൂടെയാണെങ്കിൽ ആ വലിയൊരു ഓർഗനൈസേഷനുണ്ട്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തീരുമാനം വീണ്ടും പറയുന്നു, തീരുമാനം നിങ്ങളുടേതാണ്. സ്വപ്നങ്ങൾ നിങ്ങൾക്കാണുള്ളത്, ആവശ്യങ്ങൾ നിങ്ങൾക്കാണുള്ളത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ സ്വപ്നങ്ങളാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും അതൊരുമിച്ച് നമുക്ക് നേടിയെടുക്കാം. ബട്ട് സ്റ്റിൽ അവസാന വാക്ക്, തീരുമാനം നിങ്ങളുടേതാണ്, പരിശ്രമം നമ്മൾ ഒരുമിച്ചാണ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.